പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ വന്ദിരുനാമത്തിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ അപ്രകാരം തന്നെ ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഗ്ലോറിയസ് ഗോസ്പലിന്റെ സൂം മീറ്റിംഗിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഫേസ്ബുക്ക് ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ദൈവ തിരുനാമത്തിൽ സ്നേഹവന്ദൻ. നമ്മൾ പരിശുദ്ധ നൊയമ്പിന്റെ 25 ദിവസങ്ങൾ പൂർത്തിയാക്കിയാണ്, പകുതി ദൂരം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ നൊയമ്പിൽ ഈ കഴിഞ്ഞ 25 ദിവസങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് വന്നതെന്നും ഇനി അടുത്ത 25 ദിവസങ്ങൾ എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതും എന്നുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പിതാക്കന്മാർ പല ദൃഷ്ടാന്തങ്ങളിലൂടെ പഴയ നിയമ സംഭവങ്ങളെ വിശുദ്ധ വലിയ നൊയമ്പുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നോഹയുടെ പെട്ടകവുമായിട്ടുള്ള ഉപമ അല്ലെങ്കിൽ ആ ദൃഷ്ടാന്തം പറയുന്നത്. നോഹ പെട്ടകത്തിൽ 40 രാവും 40 പകലും ഇരിക്കുമ്പോൾ വലിയ മഴയും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഒക്കെ പെട്ടകത്തിന് വെളിയിൽ നടക്കുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ആ പെട്ടകത്തിനുള്ളിലുള്ള ഒരു 40 ദിവസത്തെ അവരുടെ വാസത്തെ നമ്മുടെ ഈ വലിയ നൊയമ്പുമായിട്ട് ബന്ധിക്കപ്പെടുത്തി പറയാറുണ്ട്. അങ്ങനെ ലോകത്തിന്റെ വലിയ കോലാഹലങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു നിൽപ്പ്, നമ്മുടെ പതിവ് രുചികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, പതിവ് ശീലങ്ങളിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് ഒരു യാത്ര. അങ്ങനെയാണ് ഈ വിശുദ്ധ നൊയമ്പ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. നാളെ പാതി നൊയമ്പാണ്. ദേവാലയ മധ്യത്തിൽ ഒരു കുരിശ് ഉയർത്തപ്പെടുകയാണ്. അതിനെ ഗോൽഗോഥ അല്ലെങ്കിൽ സ്ലീബ എന്ന് വിളിക്കും. അതൊരു വലിയ പ്രസൻസ് ആണ്. ഈ വലിയ നൊയമ്പിൽ നമ്മൾ ദേവാലയത്തിൽ പോകുന്ന കഴിഞ്ഞ വർഷം നമുക്ക് കൊറോണ കാരണം പോകാൻ സാധിച്ചിട്ടില്ല. എങ്കിലും നേരത്തെ പോയിട്ടുള്ളവർക്കറിയാം, അടുത്ത ഈ വരുന്ന നോമ്പിന്റെ ദിവസങ്ങളിലെല്ലാം ഒരു വലിയ സാന്നിധ്യമായി, നിറസാന്നിധ്യമായിട്ട് ഈ സ്ലീബ ജനങ്ങളുടെ മധ്യേ, അതുകൊണ്ട് ദേവാലയത്തിന്റെ മധ്യത്തിൽ അതിനെ സ്ഥാപിക്കുന്നത്. ഇരു കൈകളിലും മെഴുകുതിരി കത്തിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യരൂപമാണ് ഈ സ്ലീബായ്ക്കുള്ളത്. അതിന്റെ തലയുടെ സ്ഥാനത്ത് ഒരു കുരിശ്. ഇനിയുള്ള യാത്ര ഈ കുരിശിനെ നോക്കിക്കൊണ്ടാണ്. നമുക്കറിയാം, ഓശാനയുടെ ദിവസം കുരുത്തോല എന്തിക്കൊണ്ടുള്ള പ്രദക്ഷിണത്തിന് ഈ സ്ലീബയാണ് മുമ്പിലെ പ്രദക്ഷിണത്തിന് ആ പുരോഹിതൻ വഹിക്കുന്നത്. ഓശാന കഴിഞ്ഞ് കഷ്ടാനുപാഴ്ചയിലേക്ക് കടക്കുമ്പോൾ ദുഃഖവെള്ളിയാഴ്ചയുടെ ആദ്യ പ്രദക്ഷിണത്തിൽ ഈ ദേ സ്ലീബ തന്നെ കുരിശ് വഹിച്ചുകൊണ്ട് പോകുന്ന കർത്താവിനെ സൂചിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് കുരിശ് മരണത്തിന് ശേഷം കബർടക ശുശ്രൂഷ നടത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞങ്ങളുടെ ആത്മത്തിന്റെ അതിനാലെ രക്ഷയുണ്ടാകുന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു, മെസ്സിയാ തമ്പുരാനെ എന്ന് എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർത്തു കൊള്ളണമേ എന്ന് കള്ളനോടുകൂടെ ഞങ്ങൾ ചൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതേ സ്ലീബായെയാണ് മുട്ടുകുത്തി വന്ദനം ചൊല്ലുന്നത്. കർത്താവിനെ റെപ്രസെന്റ് ചെയ്യുവാൻ. അതിനുശേഷം കബർടക ശുശ്രൂഷയിലും ഉയർപ്പ് പെരുന്നാളിന്റെ അന്ന് ഇതേ സ്ലീബ തന്നെ ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് രക്താംബരധാരിയായി ഏദോമിൽ നിന്ന് വരുന്നവൻ ഇവൻ ആര് എന്നുള്ള അതേ പ്രവാചക വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് മിശിഹ സത്യമായി ഉയർത്തെഴുന്നേറ്റു, അവൻ സത്യമായി ഉയർത്തെഴുന്നേറ്റു നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ ഏറ്റു പറയുന്നത് ഇതേ സ്ലീബായെ പറ്റിയാണ്. അപ്പോൾ ദേവാലയ മധ്യത്തിൽ നിന്ന് നമസ്കാരമേശയുടെ അടുത്തേക്കും അവിടെ നിന്ന് വിശുദ്ധ മധുബായുടെ ഉള്ളിലേക്കും പോയി ഉയർപ്പ് പെരുന്നാൾ മുതൽ സ്വർഗാരോഹണ പെരുന്നാൾ വരെ ത്രോണോസിന്റെ വലതുവശത്ത് ഇതേ സ്ലീബ നിലകൊള്ളും. അതിനുശേഷം ആ സ്ലീബ അവിടെ നിന്ന് മാറ്റപ്പെടുന്നു. നമ്മുടെ പ്രത്യക്ഷത നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ കർത്താവിന്റെ സാന്നിധ്യം അതിന് തുടർന്നും എന്നിവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ സ്ലീബായെ നോക്കിക്കൊണ്ടാണ് നമ്മുടെ ഇനിയുള്ള 25 ദിവസം നമ്മൾ മുമ്പോട്ട് പോകുന്നത്. 25 ദിവസം അതിനുശേഷമുള്ള സ്വർഗാരോഹണം വരെയുള്ള ദിവസങ്ങൾ. അപ്പോ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് പിതാക്കന്മാർ തന്നിരിക്കുന്ന എല്ലാ അധ്യായങ്ങളും നമ്മളിവിടെ ഓൾറെഡി വായിച്ചു കഴിഞ്ഞതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ കുരിശിന്റെ വചനം എന്താണ്, അല്ലെങ്കിൽ കുരിശിന്റെ മെസ്സേജ് എന്താണെന്നുള്ളത്, അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ ഇന്ന് വായിച്ചു കേട്ടതായ ഈ വചനഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. നിങ്ങൾ പറയുന്നവരുടെയും അത് കേൾക്കുന്നവരുടെയും ഉള്ളുകളെ തുറന്നു തരികയും നിന്റെ വചനങ്ങൾ സത്യമായി ഞങ്ങൾ മനസ്സിലാക്കുവാൻ ഇടയാവുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ഈ കുരിശിന്റെ വചനം നിരപ്പിന്റെ വചനമാണ്. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്നുള്ള ശത്രുത്വം നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ്
ജാതികളെയും യഹൂദന്മാരെയും ദൈവവുമായി തൃത്വവുമായി ബന്ധിപ്പിക്കുന്ന ഈ കുരിശിലൂടെയാണ് അത് സാധ്യമാകുന്നത്. 10ാം ക്ലാസ് ഞാൻ പഠിക്കുമ്പോൾ ആ ഒരു 80 കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളവർക്കറിയാം. നമ്മൾ 10ാം ക്ലാസ്സിൽ മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ഇന്ന് ഞാൻ നാളെ നീ എന്നൊരു കവിത പഠിച്ചിട്ടുണ്ട്. അതില് കവി ഇതാണ് വർണ്ണിക്കുന്നത്: ഒരു സന്ധ്യ മയങ്ങുന്ന സമയത്ത് പകൽ മരിച്ചുപോയി രാത്രി വരവാകുന്നു. അപ്പൊ ആ ഒരു മരണവുമായി ബന്ധപ്പെടുന്ന ഒരു സമയത്ത് ആ ഒരു സാഹചര്യം അദ്ദേഹം വിശദീകരിക്കുമ്പോൾ ഈ കവിതയിൽ അടുത്തുള്ള ഒരു പള്ളിയിൽ നിന്ന് മണിയടി ശബ്ദം കേൾക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം എഴുതുന്ന വരികൾ വളരെ അശ്രദ്ധവത്താണ്. അത് ഞാനൊന്ന് ചൊല്ലാം നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട്. ചെറുപ്പക്കാർക്ക് ചിലപ്പം ഓർമ്മ വരണമെന്നില്ല. 2000-ഓളം ആണ്ടുകൾക്കപ്പുറത്തുണ്ടായൊരാ മഹാത്യാഗത്തെ ഇപ്പോഴും മൂകമാണെങ്കിലും ഉച്ചത്തിൽ വർണ്ണിക്കുമേകമുഖമാം കുരിശിനെ മുത്തുവാൻ. ആരാലിറങ്ങി വരും ചില മാലാഖമാരായി വരാം കണ്ട തൂവെൺമുകിലുകൾ. പാപം ഹരിച്ചു പാരിന്നു വിണ്ണേറുവാൻ പാത കാണിക്കും കുരിശേ ജയിക്കുക. പാപം ഹരിച്ചു പാരിന്നു വിണ്ണേറുവാൻ പാത കാണിക്കും കുരിശേ ജയിക്കുക. ആ ഒരു കവിതയുടെ ആദ്യത്തെ വരിയും അവസാനത്തെ 2 വരികൾ എത്ര അർത്ഥവത്താണെന്ന് ചിന്തിക്കുക. 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു മഹാത്യാഗത്തെ ാണ് മൂകമായ ഭാഷയിൽ ഈ ഓരോ കുരിശും വിളിച്ചു പറയുന്നത്. പാപത്തെ കൊന്നുകൊണ്ട് പാരിന് മുഴുവൻ ലോകത്തിനും സ്വർഗത്തിലേക്ക് കയറുവാനുള്ള പാത കാണിക്കുന്ന കുരിശെ നീ ജയിക്കുക. അതാണ് ആ കവിതയിൽ പറയുന്നത്. എത്ര അർത്ഥവത്തായ വരികളാണ് നോക്കുക. മുഴുവൻ ലോകത്തിനുമുള്ള ഒരു രക്ഷയാണ് ഈ കുരിശ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ വേദവായന ഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അത് ഒന്നുകൂടി ഓർത്തെടുക്കാനുള്ള അവസരം ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നമ്മൾ വായിച്ചു കേട്ട അതേ ഓർഡറിലല്ല വായിക്കുന്നത്. നമ്മുടെ ഈ മെസ്സേജിനുമായിട്ട് ഞാനത് റാൻഡം ഓർഡറിൽ പറയുന്നതേ ഉള്ളൂ. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ വാക്യം എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ബൈബിളിലെ തന്നെ തങ്കവാക്യം അല്ലെങ്കിൽ ഗോൾഡൻ വേഴ്സ് എന്ന് പറയാവുന്ന വാക്യം ഈ ഒരു പാസേജിലാണ് നമ്മൾ കാണുന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ചു. ഇതാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. ദൈവത്തിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. നമുക്കറിയാം ദൈവത്തിന്റെ സ്വപ്നം അല്ലെങ്കിൽ പദ്ധതി എന്ന് പറയുന്നത് എന്തായിരുന്നു? ലോകത്തിൽ ഒരു തുളി പോലും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായി പരമമായ സ്നേഹത്തിലും ഐക്യത്തിലും നിന്നിരുന്ന ആ ത്രിയേക ദൈവം തങ്ങളുടെ തൃത്വ കുടുംബത്തിന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനം എന്നോണം സൃഷ്ടി കർമ്മം നടത്തുന്നു. ആ തൃത്വ കുടുംബത്തിന്റെ സ്നേഹം ഏദനിലെ സൗഭാഗ്യ അവസ്ഥയായിട്ട് ആദാമിനെയും ഹൗവയെയും സൃഷ്ടിച്ച് അവരെ ഭരമേൽപ്പിക്കുകയാണ്. ഏദന്റെ സൗഭാഗ്യ അവസ്ഥയെ ലോകത്തിലേക്ക് പ്രതിഫലിപ്പിക്കുക. അതായിരുന്നു ദൈവമക്കൾ എന്ന നിലയിൽ അവർക്കുള്ള ജോലി. നമുക്കറിയാം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിന്റെ വംശാവലിയിൽ ആദാം ദൈവത്തിന്റെ മകൻ എന്ന് തന്നെയാണ് പറയുന്നത്. ദൈവത്തിന്റെ മകനാണ്. അപ്പൊ അത്രമേൽ അടുത്തിരുന്ന ആ ബന്ധത്തിൽ നിന്ന് അവർക്കൊരു വീഴ്ച സംഭവിച്ചു. ആ വീഴ്ച സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആ സ്വപ്നം ആയിരുന്ന പളങ്ക് പാത്രമാണ് ഉടഞ്ഞു പോകുന്നത്. ആ ഉടഞ്ഞുപോയ കഷ്ണങ്ങളെ തിരിച്ചെടുക്കുവാനും പഴയതുപോലെ ആക്കുവാനും അതിന്റെ സൃഷ്ടിയെ പഴയ അവസ്ഥയിൽ എത്തിക്കുവാനും ദൈവം എല്ലാ കാലത്തും ആഗ്രഹിച്ചു. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ദൈവം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാരിലൂടെയും പിതാക്കന്മാരിലൂടെയും ഈ ഒരു മെസ്സേജ് തുടർച്ചയായി കൊടുത്തുകൊണ്ടേയിരുന്നു. എന്നാൽ അന്ത്യകാലത്ത് തന്റെ പുത്രനെ അവൻ ലോകത്തിലേക്ക് അയച്ചു. അവൻ വന്ന ദൈവത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് ദൈവപുത്രനാകേണ്ടത് എങ്ങനെ എന്നവരെ പഠിപ്പിക്കുവാൻ നമ്മളിൽ ഒരാളായി ഈ ലോകത്തേക്ക് ഇറങ്ങി വന്നു. അവൻ ക്രൂശിന്മേൽ സ്വയം ബലിയായി. ക്രൂശിൽ അവൻ സ്വയം ബലിയായപ്പോൾ പിതാവായ ദൈവം ഒരു അല്പനേരത്തേക്കെങ്കിലും ത്യാഗമായിട്ട് അത് അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അല്ല, പിതാവായ ദൈവം യേശുവിനെ ശിക്ഷിക്കുകയല്ല, യേശു ക്രിസ്തുവിന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് അവന്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അതാണ് നമ്മളതിലേക്ക് വീണ്ടും വരാം. അപ്പോ ഈ യേശു ക്രിസ്തു പിതാവാൻ ദൈവത്തിന്റെ ഈ ഒരു ത്യാഗ മനോഭാവവും യേശു ക്രിസ്തുവിന്റെ ഈ ബലിയും പിതാക്കന്മാർ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും കഥയുമായിട്ട് ബന്ധപ്പെടുത്തി വിശദീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് സെഗൂറിലെ യാക്കോബിന്റെ ഒരു വിശദീകരണമുണ്ട്. അതിങ്ങനെയാണ്: അബ്രഹാം അധികാലത്തെ എഴുന്നേറ്റ്
കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാലിക്കാൽ രണ്ടുപേരെയും കൂട്ടി ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് ഹോമയാഗത്തിനുള്ള വിറകുമായിട്ട് ആ ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. 3 ദിവസത്തേക്കാണ് അവരുടെ വഴി അവർ പോകുന്നത്. അപ്പോ നമുക്കറിയാം, ഇസ്ഹാക്ക് ചുമക്കുന്ന ആ തടി, ആ വിറക് കഷ്ണങ്ങളെ കുരിശായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അവരുടെ കൂടെ പോകുന്ന 2 ബാല്യക്കാർ, ഇടതും വലത്തുമുള്ള 2 കള്ളന്മാരെ സൂചിപ്പിക്കുന്നു. അപ്പൊ അബ്രഹാം ഇസ്ഹാക്കുമായി പുറപ്പെട്ട പോകുന്ന 3 ദിവസം സാറ സ്വന്തം വീട്ടിലിരുന്ന് ദുഃഖിച്ചിരിക്കുകയാണ്. ഈ മകനും അപ്പനും എവിടെ പോയിരിക്കുന്നു? അത് സഭയുടെ 3 ദിവസത്തെ ദുഃഖത്തെ കാണിക്കുന്നു, കർത്താവിന്റെ മരണശേഷം. അപ്പോ നമുക്കറിയാം, 3-ാം നാൾ ഇസ്ഹാക്ക് തിരിച്ചു വരുമ്പോൾ സാറ വളരെയധികം സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുന്നു. അപ്പോൾ ഈ ഒരു വ്യാഖ്യാനത്തിൽ നമുക്കറിയാവുന്നതുപോലെ നൊയമ്പ് അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയാൻ നമുക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുകയാണ് നൊയമ്പ്. ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല, നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പൊ പിതാവായ ദൈവത്തിന് തന്റെ ഏകജാതനായ പുത്രനെ അവിടെ നിന്ന് ഈ ലോകത്തിലേക്ക്, പാപാവസ്ഥയിലുള്ള ഒരു ലോകത്തേക്ക് വിടുവാൻ ഒട്ടും തന്നെ ഒരുപക്ഷെ മനസ്സുണ്ടാവുകയില്ല ഉള്ളിന്റെ ഉള്ളിൽ. പക്ഷെ പുത്രൻ സ്വയമായിട്ട് പോയി തന്റെ സൃഷ്ടിയെ വീണ്ടെടുക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോ മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിന്റെ, അല്ലെ പിതാവാൻ ദൈവത്തിന്റെ ഒരു ഉപവാസമാണ് ഇത് നമുക്ക് സങ്കല്പിക്കാം. അതാണ് മാർ യാക്കോബ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഈ സ്നേഹത്തെ പ്രതി നമ്മുടെ ആഗ്രഹങ്ങളെ വെടിയുന്നതായിരിക്കണം ഈ ഉപവാസം എന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ വാടിയ മുഖം കാണിക്കരുത്. രാവിലെ നമ്മളൊരു നൊയമ്പിൽ അല്ലെങ്കിൽ ഉപവാസ ദിവസം എണീക്കുമ്പോൾ വാടിയ മുഖം കാണിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം നമുക്ക് വേണ്ടി കാണിച്ച ആ ഒരു ഉപവാസത്തിന്റെ മുമ്പിൽ നമ്മൾ ചെയ്യുന്നത് വളരെ ഏറ്റവും നിസ്സാരമായ ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. കിനോസിസ് എന്നറിയാം, നമുക്കറിയാം. ദൈവരൂപത്തിൽ ഇരിക്കെ സകല മഹത്വം അവൻ ഉപേക്ഷിച്ചുകൊണ്ട് ആ ഒരു മനുഷ്യ പ്രകൃതിയിലേക്ക് ഇറങ്ങി വരുവാണ്. സമയത്തിനും കാലത്തിനും പരിധികളുള്ള ആ ഒരു മനുഷ്യ പ്രകൃതിയിലേക്ക്. പാപം ഒഴികെ അവൻ സകലത്തിലും മനുഷ്യരോട് തുല്യനായി തീർന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അതേ പുത്രനെയാണ് കുരിശിലാക്കി ലോകത്തിന്റെ മധ്യേ ഉയർത്തുന്നത്. ദൈവത്തിന്റെ പരമമായ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അതാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഈ 3-ാം അധ്യായം ആദ്യം നമ്മൾ വായിച്ച വാക്യത്തിൽ കാണുന്നത്, മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അത് പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ ദൈവം തന്റെ പുത്രനെ പാപശരീരത്തിന്റെ സാദൃശ്യത്തിലാണ് അയച്ചത്. അതുപോലെ മോശ സർപ്പത്തെ ഉയർത്തുകയല്ല, സർപ്പത്തിന്റെ ഒരു സാദൃശ്യം, ഒരു മോഡൽ ഉണ്ടാക്കി അവിടെ തൂക്കിയിടുകയാണ് ചെയ്തത്. അതുപോലെ മനുഷ്യരൂപത്തിലേക്ക് ഇറങ്ങി വന്ന് പാപപങ്കിലമായ ശരീരം എടുത്തുകൊണ്ട് അവരൊറ്റയ്ക്ക് മരണത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങുന്നു. മനുഷ്യരുടെ വീഴ്ച കാരണം വന്നുപോയ മരണത്തെ തോൽപ്പിച്ച് വിജയാളിയായി അവൻ തിരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നു. അങ്ങനെ ഈ മരത്തിന്മേൽ തൂക്കപ്പെട്ടവനെ വിശ്വസിച്ച് നമ്മൾ നോക്കുന്ന നമ്മൾ പിശാചാകുന്ന, അല്ലെങ്കിൽ തെറ്റായ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ബോധ്യങ്ങളാകുന്ന അതിൽ നിന്ന് ആ ഒരു സർപ്പത്തിന്റെ ദംശനത്തിൽ നിന്നാണ് നമ്മൾ രക്ഷ നേടുന്നത്. ഇതാണ് ആ യോഹന്നാന്റെ സുവിശേഷത്തിലെ വാക്യത്തിൽ നമ്മൾ കാര്യമായിട്ട് പ്രധാനമായിട്ടും ധ്യാനിക്കുവാനുള്ള വിഷയം. ഇനി അടുത്ത വായനയ്ക്കായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് സംഖ്യാപുസ്തകത്തിൽ നിന്നായിരുന്നു. ഇതേ സംഭവം വിശദീകരിക്കുകയാണ്. മോശയുടെ നേരെ ആൾക്കാർ ഇസ്രായേൽ പെറുപിറുത്തുന്നത് എന്തിനാണെന്നുള്ളതാണ് അവിടെ വിശദീകരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഏദോം ദേശത്തെ ചുറ്റി പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. അപ്പൊ നമുക്കറിയാം, അതുകൊണ്ടാണ് ജനം ദൈവത്തിനും മോശയ്ക്ക് വിരോധമായിട്ട് സംസാരിക്കുവാനായിട്ട് തുടങ്ങുന്നത്. ഞങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് മരിക്കേണ്ടതിന് എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, ഇത് ഞങ്ങൾക്ക് വെറുപ്പാകുന്നു, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്നവർ പിറുപിറുക്കുകയാണ്. ഈ നോമ്പും ശരിക്കും പറഞ്ഞാൽ ഒരു യാത്രയും പുറപ്പെടലുമാണല്ലോ, അല്ലേ? വിമോചനത്തിന്റെ പുറപ്പാടാണ്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുള്ള പുറപ്പാടാണ്. എല്ലാ യാത്രകൾക്കും മുമ്പേ നമ്മൾ പല ഒരുക്കങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ വെറുതെ ഒരു ദിവസം അല്ലെ ഒരു നിമിഷം അങ്ങ് ഇറങ്ങിയല്ല. അതുപോലുള്ള ഒരു പുറപ്പാട് ഇവർക്കും ഉണ്ടായിരുന്നു. അവർ കട്ടളയിൽ കുഞ്ഞാടിനെ കൊന്ന് അതിന്റെ രക്തം പുരട്ടി സംഹാര ദൂതനിൽ നിന്ന് രക്ഷപ്പെട്ട് അതേ ആടിന്റെ മാംസം ഭക്ഷിച്ച് അങ്ങനെയാണ് അവര് പുറപ്പെടുന്നത്. അപ്പോൾ കുരിശിന്റെ വഴി ഒരിക്കലും, അല്ലെങ്കിൽ ഈ മരുഭൂ യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും സുഖാനുഭവങ്ങളെ മാത്രമല്ല തരുന്നത്. അത് നമ്മുടെ സുഖാനുഭവങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഉടച്ചു കളയുന്നതാണ് ഈ നൊയമ്പിന്റെ യാത്ര എന്ന് പറയുന്നത്.
കുരിശിന്റെ സുവിശേഷം ഒരിക്കലും നമ്മുടെ ഐഹിക നന്മകളെ പറ്റിയല്ല. നമ്മളിപ്പോ കേൾക്കുന്ന ആധുനിക സുവിശേഷങ്ങളെല്ലാം നമ്മളെ സമൃദ്ധിയുടെ സുവിശേഷം പഠിപ്പിക്കുമ്പോൾ ശരിക്കും കുരിശിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ജീവന്റെ സമൃദ്ധിയായ ജീവന്റെ സുവിശേഷമാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഈ നൊയമ്പിലായിരിക്കുമ്പോൾ ഈ സമൃദ്ധിയുടെ സുവിശേഷമല്ല, സമൃദ്ധിയായ ജീവന്റെ സുവിശേഷം നമ്മളിൽ വരുവാൻ തക്കവിധം നമുക്ക് ഇടയാകട്ടെ. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായിയാൽ ന്യായവിധി വന്നു കഴിയും. അതിനുശേഷം എന്താണ് ന്യായവിധി എന്ന് വളരെ കൃത്യമായിട്ട് അവിടെ പറയുക. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവൻ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചതാകും എന്ന് പറഞ്ഞാൽ, തിന്മ പ്രവർത്തിക്കുന്ന എല്ലാവരും വെളിച്ചത്തെ വെറുക്കുകയാണ്. നമുക്കറിയാം, അവര് വെളിച്ചത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. പകരം സത്യം പ്രവർത്തിക്കുന്നവനാണെങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെ മലമേൽ പ്രകാശിക്കുന്ന ഒരു പട്ടണം പോലെ മുമ്പോട്ട് വരുന്നതിന് അവർക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാവുകയുമില്ല. അടുത്തതായിട്ട് നമ്മൾ വായിച്ചു കേട്ടത് അപ്പസ്തോല പ്രവൃത്തികളിൽ നിന്നാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഓർഡറിലല്ല ഞാൻ പോകുന്നത്. അപ്പസ്തോല പ്രവൃത്തികൾ 15-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിച്ചു കേട്ടത് മറ്റൊരാശയമാണ്. നമ്മൾ ഇന്നലത്തെ വായനയിൽ നമ്മൾ വായിച്ചു, ആദിമസഭയിൽ ഒരു തർക്കമുണ്ടായി. ജാതികളിൽ നിന്ന് അല്ലെ പ്രജാതികളിൽ നിന്ന് ക്രിസ്ത്യാനികളാകാൻ വരുന്നവരെ ആദ്യം ന്യായപ്രമാണത്തിന്റെ കീഴെ കൊണ്ടുവന്നിട്ട് വേണം അവരെ ക്രിസ്ത്യാനികളാക്കി മാറ്റേണ്ടതെന്ന്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ നിയമങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയ വിശ്വാസത്തെ കൊണ്ടുവരേണ്ടതെന്ന് യഹൂദ ക്രിസ്ത്യാനികൾ ചിലർ വാദിച്ചു. അപ്പൊ അതിനെതിരായിട്ട് ശക്തമായിട്ട് നിന്നത് പൗലോസ് സ്ലീഹയായിരുന്നു. പൗലോസ് സ്ലീഹ ഈ ഒരു വിഷയം അപ്പസ്തോലന്മാരുടെ അടുത്ത് കൊണ്ടുവരികയും അവര് വിശുദ്ധ യാക്കോബിന്റെ അധ്യക്ഷതയിൽ ഒരു സുന്നകദോസ് കൂടി, ആദ്യത്തെ സുന്നകദോസ് നമ്മൾ അതിനെ പറയും, യെരുശലേം സുന്നകദോസ്, അവിടെ വെച്ച് കൂടുകയും അതിലുണ്ടായ തീരുമാനപ്രകാരം ജാതികളിൽ നിന്ന് വരുന്നവരെ ഒരിക്കലും യഹൂദ ന്യായപ്രമാണത്തിന്റെ അടിയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നും, ചില ഭക്ഷണ കാര്യങ്ങളിലുള്ള ശ്വാസം പൊട്ടി ചത്തതും അങ്ങനെ രക്തം ഒഴുകാതെ മരിച്ചതും അങ്ങനത്തെ വസ്തുക്കളൊന്നും കഴിക്കരുത്, ആ ഒരു നിബന്ധനകൾ മാത്രം വെച്ചുകൊണ്ട് കർത്താവായ യേശുവിൽ വിശ്വസിച്ച് ഈ ഒരു ക്രിസ്തീയ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ സത്യദൈവത്തിന്റെ വിശ്വാസത്തിലേക്ക് വരാൻ അവരെ അനുവദിക്കുകയാണ് ചെയ്തത്. അപ്പം ഇത് നമ്മൾ ആദ്യം വായിച്ചത് അത് കുരിശിന്റെ മറ്റൊരു മെസ്സേജാണ്. ഈ യഹൂദനും ജാതികളും തമ്മിലുള്ള വ്യത്യാസം പൂർണ്ണമായി ഒഴിവാക്കിയ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞുകൊണ്ട് എല്ലാവരെയും, ലോകത്തെ മുഴുവൻ ആ ഒരു തത്വവുമായി ബന്ധിപ്പിച്ച് നിരപ്പിന്റെ ശുശ്രൂഷയിലാക്കിയ സന്ദേശമാണ് കുരിശിന്റെ സന്ദേശം. അതുകൊണ്ടാണ് പിതാക്കന്മാർ ഈ വാക്യം നമുക്ക് വായിക്കാനായിട്ട് അവിടെ തന്നിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കേട്ടത് സഖറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങളായിരുന്നു. ആ ഒരു വായനാ ഭാഗത്ത് ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നിയ വാക്യം, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവൻ അവനെ കുറിച്ച് വ്യസനിക്കും. നോക്കുക, ഇതേ വാചകം യോഹന്നാന്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 36 പറയുന്നുണ്ട്. ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവന്റെ സാക്ഷ്യം സത്യമാകുന്നു. ഒരു പടയാളി കർത്താവിന്റെ മരണശേഷം അവന്റെ മാറിൽ കുത്തുകയും അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകുകയും ചെയ്ത ആ സാക്ഷ്യമാണ് യോഹന്നാൻ പറയുന്നത്. ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവന്റെ സാക്ഷ്യം സത്യമാകുന്നു. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് ഞാനിത് എഴുതുന്നു, സത്യം പറയുന്നു. അവന്റെ ഒരസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല എന്ന തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു. അവർ കുത്തിയവങ്കലേക്ക് നോക്കും എന്ന മറ്റൊരു തിരുവെഴുത്തിനും ഇവിടെ പൂർത്തീകരണം സംഭവിച്ചു. ഈ തന്നെ കുത്തുവാൻ, തന്നെ അറസ്റ്റ് ചെയ്യുവാൻ, തന്നെ കുരിശിൽ തറയ്ക്കുവാൻ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു അനുവദിച്ചു കൊടുക്കുകയായിരുന്നു. നമുക്കറിയാം, പത്രോസിനോട് പറയുന്നുണ്ട്, നീ വാൾ ഉറയിലിടുക, എന്റെ ചുറ്റും 12 ലഗിയോനിലധികം ദൂതന്മാരെ നിർത്തുവാൻ എനിക്ക് പിതാവിനോട് അപേക്ഷിക്കരുതെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പിലാത്തോസിനോട് പറയുന്നുണ്ട്, മേലിൽ നിന്ന് ഇതിന്റെ അനുവാദം തന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരിക്കുകയില്ല. അപ്പോ പുത്രനായ ദൈവം സ്വയം ഈ നമ്മുടെ പാപങ്ങളെ വഹിക്കുകയും അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്. വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്യം അതിനുശേഷമുണ്ട്. ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ
അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. അത് സ്വയമായിട്ട് ആ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തതാണ്. പിതാവായ ദൈവം സമ്മതം മൂളിക്കൊണ്ട് കൂടെ നിന്നു എന്ന് മാത്രം. അവനെ ദൈവം ശിക്ഷിച്ചു എന്നുള്ളത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാകുന്നു. അതാണ് അവർ കുത്തിയവങ്കലേക്ക് നോക്കും എന്ന താൻ നിങ്ങൾ എന്നെ കുരിശിൽ തറയ്ക്കുമ്പോഴും നിങ്ങൾ എന്നെ പീഡിപ്പിക്കുമ്പോഴും നിങ്ങൾ എനിക്കെതിരെ എന്തൊക്കെ ചെയ്താലും അതെല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും നിങ്ങളോട് പൊറുക്കുകയും വീണ്ടും പിതാവെ അവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അതാണ് ദൈവത്തിന്റെ യഥാർത്ഥ മനസ്സെന്നുള്ളതിന്റെ ഒരു പ്രദർശനമാണ് നമ്മൾ ആ കാൽവരി ക്രൂശിൽ കാണുന്നത്. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ പ്രഭാത നമസ്കാരത്തിൽ നമ്മൾ ഇങ്ങനെ കാണും, ആരാണ് കർത്താവിനെ കുരിശിൽ തറച്ചത്. അതിലിങ്ങനെ പാടുന്നുണ്ട്, കർത്താവ് തന്നെ പറഞ്ഞ ആ തോട്ടക്കാരുടെ ഉപമ, നാഥൻ വിളവാവേലക്കാരോടു ചോദിപ്പാനായി വന്നു, അവകാശമമർത്താൻ അവനെ തോപ്പിൻ, പുറമേ അവർ തൂക്കി ഹാലേലുയ്യോ ഹാലേലുയ്യ. നാഥൻ തോട്ടത്തിന്റെ ഉടയവൻ വിളവ് ചോദിപ്പാനായിട്ട് വേലക്കാരടുത്തേക്ക് വന്നു. അവൻ പലരെ അതിന് മുമ്പായിട്ട് വേലക്കാരെ അയച്ചു, അവരെ അവർ കൂട്ടാക്കിയില്ല. അവസാനം അവൻ തൻ സ്വന്തം പുത്രനെ അയച്ചു. പുത്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാമെന്ന് പറഞ്ഞവർ തോട്ടത്തിന്റെ പുറമെ അവർ അവനെ തൂക്കി. അതാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ആദ്യം കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നതായിട്ട് കേൾക്കുന്നത്, മനുഷ്യപുത്രൻ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ അടിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. ഇതും നമ്മൾ ഇന്നത്തെ വായനാ ഭാഗങ്ങൾ നമ്മളിന്ന് കേട്ടു. അടുത്തതായി നമ്മൾ കേട്ടത് 2 കൊരിന്ത്യർ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. നോമ്പിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമാണ് ഇവിടെ പറയുന്നത്. പ്രാർത്ഥന, ഉപവാസം, ഉപവിപ്രവർത്തനം അല്ലെങ്കിൽ സ്നേഹം. ഇതാണ് നോമ്പിന്റെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് നമുക്കറിയാം. സുറിയാനി സഭയുടെ പ്രഭാത പ്രാർത്ഥനയിൽ, നോമ്പിന്റെ പ്രഭാത പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്: നോമ്പ് നല്ലതാകുന്നു, സ്നേഹം കൂടാതെ ഒരുത്തൻ നോമ്പ് നോക്കുന്നു എങ്കിൽ അവന്റെ വ്രതത്തിന് യാതൊരു വിശേഷതയുമില്ല. പ്രാർത്ഥന സ്നേഹിക്കപ്പെട്ടതാകുന്നു, സ്നേഹം അതിനെ കരയേറ്റുന്നില്ലെങ്കിൽ അതിന്റെ ചിറക് ബലഹീനമായി തീരുന്നു. ഇങ്ങനെയുള്ളവന് അത്യുന്നതനെ കാണുവാൻ സാധിക്കുകയില്ല. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? സ്നേഹം കൂടാതെ ഒരുത്തൻ നോമ്പ് നോൽക്കുന്നുവെങ്കിൽ അവന്റെ വ്രതത്തിന് യാതൊരു വിശേഷതയുമില്ല. പ്രാർത്ഥന സ്നേഹിക്കപ്പെട്ടതാകുന്നു, സ്നേഹം അതിനെ കരയേറ്റുന്നില്ലെങ്കിൽ അതിന്റെ ചിറക് ബലഹീനമാണ്. ആ പ്രാർത്ഥനയും എങ്ങും ചെല്ലുന്നില്ല. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്നോട് നിന്റെ സഹോദരൻ എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ ആദ്യം നിന്റെ ബലി അവിടെ വെച്ചിട്ട് നീ ആദ്യം പോയി അവനോട് നിരന്നുകൊള്ളുക. ഇപ്പൊ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ നിരപ്പും സ്നേഹവും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ആ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം: എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്നോർത്തുകൊള്ളുവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോ അതിനുശേഷം പറയുകയാണ്, വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിത്തും വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇവിടെ കൃത്യമായും കർത്താവ് പറയുന്ന ഒരു കാര്യം, നമ്മുടെ അടുത്ത് നിൽക്കുന്ന സഹോദരനെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു സഹായം വേണ്ടി വരുമ്പോൾ അതിന് ചെയ്യുവാൻ മടിക്കരുത് എന്നുള്ളതാണ്. ആ ഒരു സഹായം എന്ന് പറയുമ്പോൾ സാമ്പത്തിക സഹായം മാത്രമല്ല, ഒരുപക്ഷെ ഒരു സ്നേഹപൂർവ്വമുള്ള ഒരു വാക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റവൻ ചെയ്യുന്നതിന്റെ സ്നേഹപൂർവ്വമായ ഒരു അംഗീകാരമായിരിക്കാം, അല്ലെങ്കിൽ വലിയ സിറ്റികളൊക്കെ താമസിക്കുന്ന ഞങ്ങൾ ചില സമയത്ത് വിചാരിച്ചിട്ടുണ്ട്, ഇവിടെ ഇത്രയും പാവങ്ങളില്ല, നമ്മൾ എന്ത് ചെയ്യും? പക്ഷെ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എത്രയോ പേർക്ക് ജോലിയില്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ ഒരമ്മയും മാനും മാത്രമുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത ഭാര്യമാരുണ്ടാവാം, അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ ചെലവ് വഹിക്കാൻ സാധ്യതകളില്ലാത്തവരുണ്ടാവും, അല്ലെങ്കിൽ രോഗങ്ങളായിട്ട് വളരെയധികം സഹായം അർത്ഥിക്കുന്നവരുണ്ടാവും. ഒരുപക്ഷെ നമ്മളോട് അവർ ചോദിച്ചെന്നിരിക്കില്ല, പക്ഷെ നമ്മൾ അന്വേഷിച്ചറിഞ്ഞ് അവർക്ക് ചെയ്യണം. അതാണ് ഈ നോയമ്പിന്റെ ഉപവിപ്രവർത്തനങ്ങളെ ഏറ്റവും നല്ല ഒരു വഴി എന്ന് ഞാൻ കാണുന്നു. ഇതെന്റെ സ്വന്തം അനുഭവത്തിൽ തന്നെ ഞാൻ പറയുകയാണ്. ദൈവം പറഞ്ഞതുപോലെ 10-1
അല്ലെങ്കിൽ ദശാംശം കൊടുക്കുക നമ്മൾ ശീലിക്കുകയാണെങ്കിൽ യാതൊരു കുറവും നമ്മൾ ഉണ്ടാക്കുന്നത് വരികയില്ല എന്നുള്ളത് കൃത്യമാണ്, വളരെ വ്യക്തമാണ്. അത് കൊടുക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. എന്ന് പറഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളതല്ല. ദൈവത്തിന്റെ ഏറ്റവും വലിയ കൽപ്പനകൾ ഒന്ന് ഏതെന്ന് നമ്മൾ നോക്കുമ്പോൾ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം യേശു പറയുകയാണ്, നിന്റെ 2 കൽപ്പന, ഏറ്റവും സുപ്രധാനമായ കൽപ്പന ഏതെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അതാണ് ആദ്യത്തെ കൽപ്പന. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം എന്നാണ് കർത്താവ് പറയുന്നത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അതായത് ഇതാണ് കുരിശിന്റെ അടുത്ത സന്ദേശം. ശിവച്ചാൻ പറയാറുണ്ട്, ഈ കുരിശിന് 2 തടി കഷ്ണങ്ങളാണ്, ഒന്ന് വെർട്ടിക്കൽ പോൾ, ഹൊറിസോണ്ടൽ പോൾ. അപ്പൊ വെർട്ടിക്കലായിട്ടിരിക്കുന്നത് മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തെയും, അതേപോലെ പ്രധാനമാണ് തിരശ്ചീനമായിട്ടുള്ളത് നീയും നിന്റെ സഹോദരനും, നമ്മുടെ സഹോദരനും, അവരെ നോക്കിലൂടെ ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൂടെ നമ്മുടെ സന്തോഷം അവരുമായിട്ട് പങ്കുവയ്ക്കുമെങ്കിൽ അതാണ് ദൈവവും ഭാഗ്യ ഏറ്റവും വലിയ പ്രവൃത്തി, ഏറ്റവും വലിയ നീതി. ഓർത്തഡോക്സ് സഭയിൽ ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി എന്നൊരു വിശേഷണം പറയാറുണ്ട്. എന്താണ് ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി എന്ന് പറയുന്നത്? വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഒരു ഞായറാഴ്ച സംബന്ധിച്ച് കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച വീണ്ടും വിശുദ്ധ കുർബാനയിൽ വരുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത്? ആ കുർബാന കഴിഞ്ഞു പോകുന്ന അവസാനത്തെ ആശീർവാദത്തിൽ പട്ടക്കാരൻ ഇങ്ങനെ പറയും, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോടും അല്ലെങ്കിൽ വഴിയാഹാരങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായിട്ട് നിങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുകയും. അതാണ് ആ അവസാനത്തെ ആശംസ. അപ്പൊ ആ വഴിയാഹാരമാണ് വിശുദ്ധ സഭ നമുക്ക് തന്നയക്കുന്ന വിശുദ്ധ കുർബാന. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഞായറാഴ്ച വന്നിട്ട് വീണ്ടും കുർബാന കാണുക അല്ലെങ്കിൽ പങ്കെടുക്കുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ, കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുവാൻ, മറ്റുള്ളവർക്ക് അത് കൊടുക്കുവാൻ, പകർന്നു കൊടുക്കുവാൻ, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ സർവീസിലൂടെ, നമ്മുടെ പ്രവർത്തികളിലൂടെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് മറ്റും ഇടയാക്കപ്പെടുവാൻ തക്ക വിധം നമ്മൾ പ്രവർത്തിക്കണം. അതാണ് ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി എന്നുള്ള ആ ഒരു സന്ദേശത്തിന്റെ അർത്ഥം. അപ്പോ നമ്മൾ ഇതുവരെ നമ്മൾ വായിച്ചിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്ത് ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുള്ളൂ. വിശുദ്ധ പ്രവാചകനായ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് ഇതാണ്. ശമൂവേൽ പ്രവാചകൻ ഇസ്രായേലിനോട് കൂടെ ഒരു ദിവസത്തെ ഉപവാസം ചെയ്യുകയാണ്, ഫെലിസ്തീനിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനായിട്ട്, അവർക്ക് രക്ഷ നേടുവാനായിട്ട്. ആ ഒരു ദിവസത്തെ ഉപവാസത്തിന്റെ ശേഷം അദ്ദേഹം ഒരു കല്ലെടുത്ത് മിസ്ഫയ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. അപ്പോ എബനേസർ എന്ന പേരുള്ള ആ കല്ല് ഒരു ജ്ഞാപക സ്തംഭമായിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇത്രത്തോളം യഹോവ സഹായിച്ചു. അതുപോലെ നമ്മൾ പുതിയ നിയമത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി എന്നുള്ളൊരു ജ്ഞാപക സ്തംഭമാണ് ഈ കുരിശ്. അപ്പോ അനുതാപത്തിന്റെ ഈ കുരിശിനെ പർദീസയുടെ താക്കോലാക്കി മാറ്റിയ ഒരു കള്ളൻ നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കള്ളനോടൊപ്പം നമുക്കും കർത്താവിന്റെ ക്രൂശിലേക്ക് നോക്കാം. കാരണം ഈ കുരിശ് ഏദനിലെ ജീവവൃക്ഷത്തിനെ, സർപ്പത്തിനെ, കയ്പായിരുന്ന വെള്ളത്തിനെ മധുരമാക്കിയ ആ മരക്കഷ്ണത്തെ, ബാലനായ ഇസ്ഹാക്ക് ചുമന്ന വിറക് കഷ്ണത്തെ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മാത്രമല്ല, നമ്മൾ നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ ഏദനിൽ ആദമും ഹവ്വയും നഷ്ടപ്പെടുത്തിയ ആ വികൃതമാക്കി പോയ രൂപത്തെ, നമ്മുടെ സ്വരൂപത്തെ പുനരാക്കി തന്ന മഹാമാർഗമായതുകൊണ്ടാണ് ഈ കുരിശിൽ നമ്മുടെ എല്ലാ സ്വാർത്ഥതകളെയും തറച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഈ നൊയമ്പിന്റെ ബാക്കി ദിവസങ്ങളിലേക്ക് മുമ്പോട്ട് പോകേണ്ടത്. അതാണ് നമ്മൾ ആദ്യം പാടിയ ആ കവിതാശകലത്തിലെ പാപം ഹരിച്ച് പാരിന് വെണ്ണേറുവാൻ പാത കാണിക്കും കുരിശെ ജയിക്കുക. എനിക്ക് ഈ ഒരു ധ്യാനത്തിനുള്ള അവസരം തന്ന ഗ്ലോറിയസ് ഗോസ്ബൽ അഡ്മിൻ ടീമിനും ഞാനും നന്ദി പറയുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ വേദവാക്യത്തിൽ നമുക്ക് തന്നിരിക്കുന്ന 34-ാം സങ്കീർത്തനം ഞാനൊന്ന് വായിക്കാം. ഇത് പങ്കെടുത്ത ഏവരും കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്ക് ഈ സങ്കീർത്തനത്തിൽ ശ്രദ്ധിക്കാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒരുമിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക.
ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി. എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്ക് കുറവില്ലല്ലോ. ദൈവമേ, ഈ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുന്നു. താങ്ക് യു. എന്റെ വാക്കുകൾ നടക്കുന്നു. ഷിബു, വെരി ഗുഡ് മെസ്സേജ്.